സ്വരങ്ങളിൽ ദീർഘസ്വരങ്ങൾ 5 എണ്ണവും ഹ്രസ്വസ്വരങ്ങൾ 5 എണ്ണവുമാണ് ഉള്ളത്. അതിൽ സ്ഥൂലബിന്ദു എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഹെവി ഡോട്ടായിട്ട് നമ്മൾ എഴുതുന്നത് ആ, എ, ഈ എന്നീ ശബ്ദങ്ങളും സ്ഥൂലരേഖയായി എഴുതുന്നത് ഓ, ഉ ഈ 2 ദീർഘസ്വരങ്ങൾ മാത്രമേ മലയാളത്തിലെ സ്വരങ്ങളിൽ ഉള്ളൂ. ആകെ 5 എണ്ണം, സ്ഥൂലബിന്ദു 3, സ്ഥൂലരേഖ 2. ആ, എ, ഈ, ഓ, ഉ. ആ, എ, ഈ, ഓ, ഉ. ആകെ 5 ദീർഘസ്വരങ്ങളാണ് ഉള്ളത്. ഹ്രസ്വസ്വരങ്ങളും അ, എ, ഈ സൂക്ഷ്മബിന്ദു, ഒ, ഉ സൂക്ഷ്മരേഖ. ലൈറ്റ് ആയിരിക്കണം ഹ്രസ്വരേഖകൾ എഴുതേണ്ടത്. അതിൽ സൂക്ഷ്മബിന്ദു ഒരു ലൈറ്റ് ഡോട്ടും സൂക്ഷ്മരേഖ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡാഷുമാണ് ഇടേണ്ടത്. ആ, എ, ഈ, ഒ, ഉ എന്നിവയാണ് ഹ്രസ്വസ്വരങ്ങൾ. സൂക്ഷ്മബിന്ദു സൂക്ഷ്മരേഖയും ഉൾപ്പെടുന്ന ഹ്രസ്വസ്വരങ്ങൾ. ഇനി നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് ഒരു രേഖയെ എപ്പോഴും 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യ സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം എന്നിങ്ങനെ എല്ലാ രേഖകൾക്കും 3 സ്ഥാനങ്ങളാണ് ഉള്ളത്. ആ എന്ന ഈ ഒരു രേഖ നോക്കൂ, 1, 2, 3 ഇടതുഭാഗത്തും വലതുഭാഗത്തും 3 സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ക എന്ന ഈ ശബ്ദത്തിനും 3 സ്ഥാനങ്ങളാണുള്ളത്. താഴെയും മുകളിലുമായിട്ടാണ് ക എന്ന ഈ ഒരു രേഖയ്ക്ക് സ്വരങ്ങൾ സ്വരസ്ഥാനങ്ങൾ എഴുതിയിട്ടുള്ളത്. ച എന്ന ശബ്ദത്തിനും താഴെ നിന്ന് മേളിൽ നിന്ന് താഴേക്കാണ് സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത്. ഫ അല്ലെങ്കിൽ വ എന്ന ശബ്ദത്തിനും 1, 2, 3 സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ സ്വരങ്ങൾ നമ്മൾ പഠിച്ച ദീർഘസ്വരങ്ങളും ഹ്രസ്വസ്വരങ്ങളും ഏത് പൊസിഷനിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥാനത്താണ് എഴുതേണ്ടത് എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. സ്വരങ്ങൾ ദീർഘസ്വരങ്ങളായിട്ടുള്ള ആ, അതുപോലെ ഹ്രസ്വസ്വരമായിട്ടുള്ള അ. ദീർഘസ്വരത്തിലെ ആ എന്ന ശബ്ദത്തിനും ഹ്രസ്വസ്വരത്തിലെ ആ എന്ന ശബ്ദവും ഫസ്റ്റ് പൊസിഷനിലെ സ്വരങ്ങളാണ്. ഏതൊക്കെയാണ് ആദ്യത്തെ സ്ഥാനങ്ങൾ കാണുന്നുണ്ടല്ലോ. ആദ്യത്തെ സ്ഥാനത്തിലെ സ്വരങ്ങൾ ആ, അ. ആ എന്ന ദീർഘസ്വരവും അ എന്ന ഹ്രസ്വസ്വരവുമാണ് 1ാം സ്ഥാനത്ത് നമ്മൾ എഴുതുന്നത്. അത് രേഖയ്ക്ക് മുൻപോ ശേഷമോ എഴുതാം. വാക്കുകളുടെ ഉച്ചാരണം അനുസരിച്ച് മുമ്പോ ശേഷമോ എഴുതുന്നത് നമുക്ക് നിർണ്ണയിക്കാം. എപ്പോഴും 1ാം സ്ഥാനത്താണ് ഒരു സ്വരം വരുന്നതെങ്കിൽ ആ ഒരു രേഖ ബുക്കിലെ വരയുടെ മുകളിലായിരിക്കണം എഴുതേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പാ, പാ എന്നൊരു സ്ട്രോക്കാണ് നമ്മൾ എഴുതേണ്ടതെന്ന് വിചാരിച്ചു. പാ, ആ എന്ന ശബ്ദം, ആ എന്ന സ്വരം വന്നതിനാൽ നമുക്ക് ദീർഘസ്വരമായിട്ടുള്ള ആയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഫസ്റ്റ് സ്ട്രോക്ക് ആണെന്ന്. പാ എന്ന രേഖ എഴുതി എബോവ് ദ ലൈനാണ് എഴുതിയത്. പാ ദീർഘസ്വരം ഇട്ടുകൊടുത്തു. ഇനി 2ാം സ്ഥാനക്കാരായ സ്വരങ്ങൾ നോക്കുമ്പോൾ ദീർഘസ്വരത്തിലെ എ, ഓ എന്ന സ്വരങ്ങളും ഹ്രസ്വസ്വരത്തിലെ എ, ഒ എന്ന ഷോർട്ടായിട്ടുള്ള സ്വരങ്ങളുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൊസിഷനിൽ എഴുതുന്ന സ്വരങ്ങൾ. ഒന്നുകൂടെ പറയാം. എ, ഓ, എ, ഒ എന്ന ദീർഘസ്വരങ്ങളും ഹ്രസ്വസ്വരങ്ങളുമാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കിയാൽ പോ, പ എഴുതി ഓ എന്ന ഒരു സ്ഥൂലരേഖയും നമ്മൾ കൊടുക്കുന്നു. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2ാം സ്ഥാനക്കാരെ നമ്മൾ എഴുതുമ്പോൾ ഈ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന എ, ഓ, എ, ഒ എന്നീ സ്വരങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ബുക്കിലെ വര തൊട്ട് വേണം രേഖകൾ എഴുതാൻ. ഒന്നാമത്തത് എങ്ങനെയായിരുന്നു? 1ാം സ്ഥാനക്കാർ എപ്പോഴും വരയുടെ മുകളിൽ വര തൊടാതെ എപ്പോഴും ഉയർന്നു നിൽക്കും. എന്നാൽ 2ാം സ്ഥാനക്കാർ ഓൺ ദ ലൈൻ ആയിരിക്കും. ഇനി 3ാം സ്ഥാനക്കാർ എങ്ങനെയാണ് എഴുതുന്നത്? ഏതൊക്കെയാണ് 3ാം സ്ഥാനത്ത് വരുന്ന സ്വരങ്ങൾ? ഈ, ഊ, ഹ്രസ്വസ്വരങ്ങളായ ഈ, ഉ എന്നിവയാണ് 3ാം സ്ഥാനത്ത് വരുന്നത്. ഈ സ്ട്രോക്ക് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ബുക്കിലെ വരയ്ക്ക് കുറുകെ എഴുതണം. പ, പ എന്ന ശബ്ദം നമ്മൾ എഴുതി. ഇനി നമ്മളൊരു ദീർഘസ്വരമോ അല്ലെങ്കിൽ ഒരു ഹ്രസ്വസ്വരമോ കൊടുക്കുകയാണെന്ന് വെച്ചാൽ പി, പി എന്ന ശബ്ദം, പായ്ക്ക് ശേഷം ഈ എന്ന ഒരു സ്വരം വരികയാണ്. സ്ഥൂലബിന്ദുവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പ വരയ്ക്ക് കുറുകെ എഴുതിയതിനു ശേഷം പായുടെ 3ാം സ്ഥാനത്ത് ഒരു ഹെവി ഡോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥൂലബിന്ദു ഇട്ട് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ദീർഘസ്വരങ്ങളിലും ഹ്രസ്വസ്വരങ്ങളിലും ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില രേഖകളുണ്ട്. അവയാണ് ക, ഗ, മ, ഇംബ, ന, ങ. ഈ അക്ഷരങ്ങൾ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ നമ്മളെപ്പോഴും വര തൊട്ടാണ് എഴുതേണ്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കീ, കീ എന്ന ശബ്ദം നമുക്ക് കുറുകെയാണ് എഴുതേണ്ടത്. വരയുടെ കുറുകെ എഴുതാൻ കഴിയാത്തതിനാൽ കായെ നമ്മൾ ഓൺ ദ ലൈൻ തന്നെ എഴുതുന്നു. എന്നിട്ട് 3ാം സ്ഥാനം, അതായത് ക കഴിഞ്ഞിട്ട് കീ 3ാം സ്ഥാനത്ത് ഒരു ഹെവി ഡോട്ട് കൊടുക്കുന്നു. ഇനി എങ്ങനെ എഴുതാം? വര തൊട്ട് തന്നെ എഴുതിയിട്ട് ഈ, നീ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്.
ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദീർഘസ്വരങ്ങളും ഹ്രസ്വസ്വരങ്ങളും നോട്ട് എഴുതി തന്നെ പഠിക്കുക. 3 സ്ഥാനങ്ങളും മനസ്സിലാക്കുക. ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ക, ഗ, മ, ഇമ്പ, ന, ങ എന്നിവ ശ്രദ്ധിച്ച് എഴുതി ശീലിക്കുക. താങ്ക് യു.